ാണ് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്കോയിൽ പോയപ്പോൾ ഞാനൊരു സാധനം മേടിച്ചു. ഞാൻ പണ്ടും ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് ഐബ്രോസ് ചെയ്യാനും അപ്പർ ലിപ്പും ലോവർ ലിപ്പും ചിന്നൊക്കെ ചെയ്യാനായിട്ട് ഒരു പെന്ന്. അപ്പം ആ പെന്നിൻ്റെ കുറേ വർഷമായി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ചില പൊട്ടിയൊക്കെ പോയി. അപ്പം ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ നമുക്കൊരു പെർഫെക്റ്റ് ഐബ്രോയുടെ ഷേപ്പിന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകണം. അവരൊക്കെ നന്നായിട്ട് ഐബ്രോ ചെയ്യാനായിട്ട് അറിയാം, ത്രെഡിങ്. പക്ഷേ എനിക്ക് PCOS ഉള്ളതുകൊണ്ട്, PCOD ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹെയർ ഗ്രോത്താണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഉണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ടും അപ്പർ ലിപ്പും ലോവർ ലിപ്പും ചിന്നു ഭയങ്കരമായിട്ട് വളർന്നേക്കുവാണ്. അപ്പം എനിക്കൊരു 3-4 ദിവസം കൂടുമ്പോൾ ഭയങ്കര ഗ്രോത്താണ്. അപ്പം നമ്മൾ എല്ലാ ആഴ്ചയിലും പോയി ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ. കാരണം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ഓഫ് എടുത്ത് അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അപ്പം ഞാൻ സാധാരണ വൺസ് ഇൻ എ മന്താണ് പോകുന്നത്. വൺസ് ഇൻ എ മന്ത് പോകണമെങ്കിലും എനിക്കിപ്പം HBD ഒക്കെ ഭയങ്കര കുറവാണ് ശരീരത്ത്. അപ്പം ഭയങ്കര പെയിനാണ് ത്രെഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വാക്സിങ് ചെയ്യുമ്പോഴും. അപ്പം ഞാൻ കുറേ നാളായി ഇപ്പോൾ പോയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റാണിത്. അപ്പം ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും ആണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് ടെസ്കോയിൽ നിന്നാണ് മേടിച്ചത്. ഇത് പറഞ്ഞേക്കുന്നത് പെയിൻ ഫ്രീ ആണ്, ജെൻറ്റിലോൺ സ്കിന്നാണ്, ഡ്യുവൽ ഗോൾഡ് പ്ലേറ്റഡ് ഹെഡാണ്, പിന്നെ ഫേസിൽ ചെയ്യാം, ആമിൽ ചെയ്യാം, ലഗ്സിൽ ചെയ്യാം, അങ്ങനെ ബിക്കിനി ഏരിയയിൽ ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് പറയാം. അപ്പം ഞാനും ഇത് തുറന്നിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 18 പൗണ്ട് എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നമ്മളൊരു ത്രെഡ് ചെയ്യണതിൽ 6 പൗണ്ട്, പിന്നെ വാക്സിങ്ങിന് 5, 8, അങ്ങനെ ഒരു 10-25 പൗണ്ടാവും എല്ലാം കൂടെ. ഓക്കെ, ചെയ്യണമെങ്കിൽ എനിക്ക്. അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഇതിങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ തുറക്കുക. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പെന്ന്, ഇതാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഒന്ന് എടുക്കാം, എന്നിട്ട് നോക്കാം. അപ്പം ഇതിനുള്ള ബാറ്ററിയും ചാർജും ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നോക്കട്ടെ. അപ്പം ഇവിടെയാണ് ഒന്ന് തുറക്കണേ. ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ബാറ്ററി ഇടണം കേട്ടോ. ബാറ്ററി ഇല്ല, ഒരു ബാറ്ററിയാണ് ഇടേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ ബാറ്ററി ഒക്കെ എടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ, ഞാൻ ബാറ്ററിയൊക്കെ ഇട്ടു. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. ഇതിപ്പം ഓണാവുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വലിച്ച് തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ 2 ബ്ലേഡ് ഇങ്ങനെ റോട്ടറി ആയിട്ടുള്ള ഇത് കാണാം നിങ്ങൾക്ക്. അപ്പം ഞാനിവിടെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഇത് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്കിവിടെ കാണാം. കൊടുക്കാം. അപ്പം ഞാനിത് മൊത്തം
മൊത്തം ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്ന ഈ കണ്ണാടി നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ വൃത്തികേട് നിങ്ങൾക്ക് കാണാമായിരിക്കും അല്ലേ. ഇതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഒട്ടും പെയിനില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ എയുടെ ബാറ്ററിയാണ് ഇതിന് വേണ്ടത്. അപ്പം ഞാൻ ഉപയോഗിച്ചത് എനർജൈസറിൻ്റെ ഇതേ ബാറ്ററി ആട്ടോ, എ ബാറ്ററി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കണ്ടേ എത്രത്തോളം ഹെയർ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നു എന്നറിയാനായിട്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കറിയത്തില്ല എവിടെയാണ് കറക്റ്റായിരുന്നു, പക്ഷെ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ആണ് ബാറ്ററിയുടെ ഭാഗം. ഓക്കെ, പിന്നെ ഇവിടെയാണെന്ന് തോന്നുന്നു ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. പക്ഷേ ഇവിടെയൊന്നും കുഴപ്പമൊന്നുമായിട്ട് കാണുന്നില്ല. ഓക്കെ, ഇങ്ങനെയോട്ട് ഊരിയിട്ട് ഇനി ഇതിൻ്റെ പുറകിലെങ്ങാനും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമുക്കെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ബ്രഷ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എവിടെയാണത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് പുട്ട് അപ്സൈഡ് ഡൗൺ ആൻഡ് ജെന്റിലി ടാപ്പിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ അങ്ങനെ വലിയ ഹെയർ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം, വരുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.